ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട് ഇതുവരെ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇസ്രായേലിലെത്തി, ഇസ്രായേലിൽ ആദ്യത്തെ ദിവസമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷം അനുഭവിക്കുന്ന നിമിഷങ്ങളാണ് ഫ്രണ്ട്സ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നമുക്കൊരു കാര്യം കിട്ടുമ്പോൾ അതിന് നമ്മൾ ഒരുപാട് വാല്യൂ കൊടുക്കും, ഒരുപാട് മൂല്യത്തോടു കൂടി നമ്മളതിന് ചേർത്ത് പിടിക്കും. ഈ ഒരു നിമിഷം സത്യം പറഞ്ഞാൽ എൻ്റെ ഈ യാത്രയിൽ എന്നോടൊപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഞാൻ വീണു പോകും എന്നുള്ള ഘട്ടങ്ങളിലൊക്കെ എന്നെ താങ്ങി നിർത്തിയ ഒരുപാട് കരങ്ങളുണ്ട്. ആ കരങ്ങളെല്ലാം ചേർത്ത് പിടിച്ചിട്ടാണ് ഞാൻ ഇസ്രായേൽ മണ്ണിലേക്ക് കാല് ചവിട്ടിയത്. എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷെ എങ്കിലും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എന്നെ കാണുന്നില്ലെങ്കിലും, എന്നെ നേരിട്ട് കാണുന്നില്ലെങ്കിലും എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾ തരുന്ന ആ ഒരു കരുതലുണ്ടല്ലോ, അത് എത്ര തന്നെ പറഞ്ഞാലും മതിയാവില്ല. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ വീട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ രാത്രി 8-8:30 മണിയൊക്കെ കിടന്നുറങ്ങും. പിന്നെ മക്കൾക്ക് സ്കൂളിൽ പോകേണ്ട സമയമെന്നുണ്ടെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് മക്കളെ നേരത്തെ ഒരുക്കിയൊക്കെ വിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ എന്താ പറയുക, എനിക്കിഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ് അത്. ഇഷ്ടമുള്ളൊരു സ്വഭാവമായിരുന്നു, ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ് അധികം ഉറക്കം. അത് എന്തായാലും ഒരു പരിധിവരെ കുറഞ്ഞു. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. ഇവിടുത്തെ സമയം 6 മണിക്ക് എഴുന്നേറ്റു. അത്യാവശ്യം എൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഫ്രീ ആയി. ഇന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോഴത്തേക്കും എൻ്റെ എംപ്ലോയറിൽ വീട്ടിൽ വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഏജൻസിയിൽ പോകണമെന്ന്. ഏജൻസിയിൽ പോയി അവിടെ കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്തു. പിന്നെ ഒരു 3 മണിയായപ്പോഴത്തേക്കും എൻ്റെ എംപ്ലോയറിൻ്റെ മോൻ വന്നു. വളരെ എന്താ പറയുക, ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നെ സ്വാഗതം ചെയ്തു. കുറേ നേരം ഇവിടെ അമ്മയായിട്ട് കുറേ നേരം സംസാരിച്ചു. അങ്ങനെ അമ്മ ഇപ്പം ഒരു ക്ലബിൽ അംഗമാണ്. നമുക്ക് നമ്മളൊരു പ്രായത്തോടടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും കുറേ പ്രശ്നങ്ങൾ മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ഉണ്ടാവും. അപ്പം അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പല സ്ഥലങ്ങളിലും ഉണ്ട്, നമ്മുടെ സ്ഥലങ്ങളിലും ഉണ്ട് ഒരേ പ്രായത്തിലുള്ളവരൊക്കെ ചേർന്നിരിക്കുന്ന കണക്ക്. ഇവിടെ ഇപ്പം അമ്മച്ചി പുറത്തോട്ട് പോയിരിക്കുക. പിന്നെ ഇവിടെ വേറൊരു ആൻറ്റി ഉണ്ടായിരുന്നു, അമ്മച്ചിയുടെ ചേച്ചിയാണെന്നാണ് പറഞ്ഞത്. ചേച്ചി അത്യാവശ്യം നല്ലതുപോലെ ഇംഗ്ലീഷ് പറയുന്നുണ്ട്, പക്ഷെ അമ്മച്ചിക്ക് ഹീബ്രു അറിയത്തുള്ളൂ. പിന്നെ അമ്മച്ചി എന്നോട് പറഞ്ഞു ഐ വിൽ അഡ്ജസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ഫസ്റ്റ് ഞാൻ അമ്മച്ചിയെ കണ്ടത് സത്യം പറഞ്ഞാൽ ഒരുപാട് കരഞ്ഞു. അമ്മച്ചിയും കരഞ്ഞു. അന്നേരം അമ്മച്ചി എന്നോട് ചോദിച്ചു എന്തിനാ കുഞ്ഞി കരയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നത്തിങ്, നോ യു ഷുഡ് സേ സംതിങ്, എന്തായാലും പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു മൂമെൻറ്റിൽ ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കരച്ചിൽ വന്നത്. അങ്ങനെ കുറേ നേരം സംസാരിച്ചു. പിന്നെ ഒരു കോഫി കുടിച്ചു, ഒന്ന് കുളിച്ചു, ഫ്രഷായി. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് എന്തായാലും ഇവിടെ ജോലിയൊന്നുമില്ല. പിന്നെ എങ്കിലും ഞാൻ ഇവിടെ വന്ന് എല്ലാം ഒക്കെ ഒന്ന് ക്ലീനൊക്കെ ആക്കി നാളെ മുതൽ എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്കറിയില്ല ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ഒന്നും നമുക്കൊന്നും പ്രവചിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് നാളെ മുതൽ ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം. നാളെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.